മച്ചാനെ, അടുത്ത നിങ്ങളുടെ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. ഇപ്പൊ പേടി തോന്നുന്നുണ്ടോ? ഇല്ലേ? എന്നാൽ വേറൊരു കാര്യം, ഇതുവരെ ആയിട്ട് ഈ സീസണിൽ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ടിട്ടേ ഇല്ല. ഇപ്പൊ പേടി തോന്നില്ലേ? ഇല്ല. അതെന്ത്? നിങ്ങളൊക്കെ ചെണ്ട കൊട്ടണ വരെയൊക്കെ കൊട്ട. മച്ചാനെ, ചെറിയൊരു കാര്യം പറയണ്ടേ, ഈ ടീം സ്പ്രേക്ക് ഒഴിവാക്കാൻ പറ്റും. ഹായ് ഗായ്സ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിനായി തയ്യാറെടുക്കണം. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കരുത്തരായുള്ള ഈസ്റ്റ് ബംഗാളാണ്. സോ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, കുറച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ബ്ലാസ്റ്റേഴ്സ് അവിടെ കഴിഞ്ഞ 4 മത്സരത്തിലും പരാജയപ്പെട്ടിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി തയ്യാറെടുക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ അവിടെ ഒരു മത്സരത്തിലും പരാജയപ്പെടാതെയാണ് ഈസ്റ്റ് ബംഗാൾ ഈ ഒരു മത്സരത്തിനായി തയ്യാറെടുക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് അവിടെ ഈ ഒരു സീസണിൽ വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഗോളടിക്കാനായിട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. ഈസ്റ്റ് ബംഗാളിലാണെങ്കിൽ മികച്ച താരങ്ങളുണ്ട്, SHI തുടങ്ങിയൊക്കെ മികച്ച താരങ്ങൾക്ക് അവിടെ സ്ക്വാഡിലുണ്ട്. ഞാൻ പറയുന്നില്ല. സോ വെരി സ്ട്രോങ് ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ. ഇവർക്കെതിരെ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കണം ഈ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കണം. ഇവർക്കെതിരെ ഒരു മികച്ച സ്കോറുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല പണി ബ്ലാസ്റ്റേഴ്സിന്. പിന്നെ ഈസ്റ്റ് ബംഗാളായിട്ട് ഒരു ബോൾ പൊസിഷൻ ഫുട്ബോൾ ഒന്നും കളിച്ചാൽ ഉറപ്പായിട്ട് ഈ ഒരു മത്സരം നമ്മൾ പരാജയപ്പെടും. കാരണം അവരെ സംബന്ധിച്ച് നമ്മൾ ഡിഫൻസ് ഒക്കെ വെരി വീക്കാണ്. ഇക്കഴിഞ്ഞ 4 മത്സരത്തിനും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കാനായിട്ട്. അതോടെ തന്നെ കഴിഞ്ഞ 4 മത്സരത്തിലെ ഇമ്പോഷനൊക്കെ എഴുതി പഠിച്ച് ഒരു പുതിയ സ്കോഡ് വെച്ച് പുതിയൊരു ഫുട്ബോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. ഈ ഒരു മത്സരം ഒരു ഹെവേ മത്സരമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഹെവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. സോ ഇത് എന്താവും അവസ്ഥ എന്നൊക്കെ കണ്ടറിയാം. ഞാൻ കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ജയിക്കും അതുപോലെ സമ്മിന് പിടിച്ചുള്ള പ്രതീക്ഷ പോലും ഈ ഒരു മത്സരത്തിൽ സത്യം പറഞ്ഞില്ല. എന്ത് നടക്കുമെന്നൊക്കെ നമ്മൾ കണ്ടറിയാം. പോസ്റ്റിന് മുന്നിൽ കിട്ടുന്ന ചാൻസസ് കൃത്യമായിട്ട് ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു വിചാരിച്ച പെർഫോമൻസ് നടത്താൻ പറ്റും. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആയിരിക്കും ലൈനപ്പിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ലൈനപ്പിൽ ഉണ്ടാവാനുള്ള ചാൻസ് നമ്മൾ കാണുന്നത്. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് അൻവർ ഷെയ്ഖിനെ ഗോൾ പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അവിടെ സച്ചിൻ സുരേഷിനെ കൊടുന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. സോ ഇതിന്റെ മാത്രം ഒപ്പീനിയാണ്. സോ നിങ്ങളുടെ ഒപ്പീനിയൊക്കെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹായ്.